ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NPS എക്സാമിന് 2015-2016 കാലഘട്ടങ്ങളിൽ ബയോളജിയിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ സയൻറ്റിഫിക് അനാലിസിസ് ആൻഡ് സ്റ്റഡി ഓഫ് ഇൻറ്ററാക്ഷൻസ് എമംഗ് ഓർഗാനിസംസ് ആൻഡ് എൻവയോൺമെൻറ്റ് ഈസ് കോൾഡ്. ഓർഗാനിസംസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസും അതുപോലെ തന്നെ അവയുടെ എൻവയോൺമെൻറ്റിനെ കുറിച്ചുമുള്ള സ്റ്റഡി അല്ലെങ്കിൽ സയൻറ്റിഫിക് അനാലിസിസിന് പറയുന്ന പേര് എന്താണെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ എക്കോളജിയാണ്. ഇതിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. മൈക്രോബയോളജി എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. എൻഡമോളജി ഇൻസെക്ട്സ്, ഷഡ്പദങ്ങൾ അല്ലെങ്കിൽ പ്രാണികളെന്ന് പറയുന്ന അത്തരം ജീവികളെക്കുറിച്ചുള്ള പഠനമാണ് എൻഡമോളജി. ഓർണിത്തോളജി എന്ന് പറയുന്നത് പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹോർമോൺ ഈസ് നോട്ട് സെക്രീറ്റഡ് ബൈ തൈറോയ്ഡ് ഗ്ലാൻഡ്? ഹ്യൂമൻ ബോഡിയിൽ ധാരാളം ഗ്ലാൻഡ്സ് ഉണ്ട്. അതിലൊന്നാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ കഴുത്തിലായിട്ടാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡ് പലതരം ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ താഴെ തന്നിരിക്കുന്നതിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യാത്ത ഹോർമോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, തൈമോസിൻ. തൈമോസിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത് തൈമസ് എന്ന് പറയുന്ന ഗ്ലാൻഡാണ്. നമ്മുടെ നെഞ്ചു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. തൈമസ് ഗ്ലാൻഡ് കുഞ്ഞുങ്ങളിലായിരിക്കും വളരെ ആക്റ്റീവായിട്ട് കാണപ്പെടുന്നത്. അത് കുഞ്ഞു വളർന്ന് വരുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് ആകുമ്പോഴേക്കും ഈ തൈമസ് ഗ്ലാൻഡ് അതിൻ്റെ പ്രവർത്തനം, അതായത് ഗ്ലാൻഡ് എന്ന നില, ഗ്രന്ഥി എന്ന നിലയിലുള്ള പ്രവർത്തനം അവസാനിപ്പിക്കുകയും പിന്നീട് അതൊരു മസിൽ പോലെ അല്ലെങ്കിൽ ഒരു മാംസമായിട്ട് തന്നെ അത് അവശേഷിക്കുകയും ചെയ്യുന്നു. അതാണ് തൈമസ് ഗ്ലാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അത് സെക്രീറ്റ് ചെയ്യുന്നതാണ് തൈമോസിൻ എന്ന് പറയുന്നത്. യുവത്വ ഹോർമോൺ എന്ന് പറയുന്ന അത് ഈ തൈമോസിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ്. ബാക്കി എല്ലാ ഹോർമോണും തൈറോക്സിൻ, കാസിറ്റോസിൻ, ട്രൈഐഡോ തൈറോണിൻ ഇവയെല്ലാം തന്നെ തൈറോയ്ഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. നമ്മൾ ഈ ചാനലിൽ ഗ്ലാൻഡ്സിനെ കുറിച്ചുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിലെ നോട്ടും മലയാളത്തിലാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. കൂടുതൽ നോട്ട്സ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ആ വീഡിയോസ് കാണുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ ലീഡ്സ് ടു വാട്ട്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് വിറ്റാമിൻ എന്നുള്ളത്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലാണെങ്കിലും ബയോളജിയിലെ എപ്പോഴും ചോദിക്കുന്ന ഒരു പാർട്ട് തന്നെയാണ്. അങ്ങനെ 2015 ചോദിച്ച ക്വസ്റ്റ്യനാണ് ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ ലീഡ്സ് ടു വാട്ട്? വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗം ഏതെന്നാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, നൈറ്റ് ബ്ലൈൻഡ്നെസ്. മനുഷ്യ ശരീരത്തിൽ ആവശ്യമായിട്ട് മനുഷ്യൻ്റെ ഒരു പ്രക്രിയയ്ക്ക് അല്ലെങ്കിൽ അവയുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പലതരം വിറ്റാമിൻസ് ആവശ്യമാണ്. അപ്പോൾ അവയുടെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അവയുടെ കുറവ് മൂലം പലതരം രോഗങ്ങളും മനുഷ്യരിൽ ഉണ്ടായിത്തീരുന്നുണ്ട്. അപ്പോൾ ഈ താഴെ ബാക്കിയുള്ള ഓപ്ഷൻ ബെറിബെറി, അനീമിയ, ട്യൂബർക്കുലോസിസ്. ഇതിൽ ട്യൂബർക്കുലോസിസ് ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. അത് ഉണ്ടാക്കുന്നത് മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന ബാക്ടീരിയയാണ് ഈ ട്യൂബർക്കുലോസിസ് എന്ന അസുഖം പ്രധാനമായിട്ടും ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് ട്യൂബർക്കുലോസിസ്. ബാക്കി ബെറിബെറി, അനീമിയ എന്ന് പറയുന്നത് വിറ്റാമിൻ ഡെഫിഷ്യൻസി ഡിസീസസ് ആണ്. ഇതൊക്കെ പ്രധാനപ്പെട്ട വിറ്റാമിൻ ഡെഫിഷ്യൻസി ഡിസീസസ് നോക്കാം. വിറ്റാമിൻ എ, റെറ്റിനോൾ എന്നാണ് അതിൻ്റെ മറ്റൊരു പേര്. നൈറ്റ് ബ്ലൈൻഡ്നെസ്, അത് കണ്ണിൻ്റെ പ്രവർത്തനങ്ങളിലെ കാഴ്ചശക്തിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. അതിൻ്റെ അഭാവം മൂലമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത്. ഇനി B1 എന്ന് പറയുന്നത് തയാമിനാണ്. B1ൻ്റെ അഭാവം മൂലമാണ് ബെറിബെറി എന്ന് പറയുന്ന അസുഖമുള്ളത്. ഒരു ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് B1, അതിലൊരു 1 ഉണ്ട്. ഈ ബെറിബെറിയിൽ B തുടങ്ങുന്നു, I അവസാനിക്കുന്നു. I എന്ന് പറയുന്നത് 1 ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ B1 ബെറിബെറി എന്ന് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്താണ് B2 റൈബോഫ്ലാവിൻ എന്ന് പറയുന്നത്. റൈബോഫ്ലാവിന് മൂലമുണ്ടാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാവുന്നതാണ് ബാഡ് സ്കിൻ എന്ന് പറയുന്നത്. സ്കിന്നിൽ ഒരു അസുഖങ്ങൾ വരിക അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ നോർമൽ രീതിയിലുള്ള ഗ്രോത്ത് അല്ലാതെയായിട്ട് മാറുക എന്നാണ് ബാഡ് സ്കിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി B9 ഫോളിക് ആസിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഒരു വിറ്റാമിനാണ് B9 അല്ലെങ്കിൽ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് അനീമിയ ഉണ്ടാവുന്നത്. ഇനി B12 സയനോ കോബാലുമിൻ എന്ന് അറിയപ്പെടുന്ന B12 വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്നതാണ് പെർനീഷ്യസ് അനീമിയ. ഈ പെർനീഷ്യസ് അനീമിയയും തമ്മിൽ തിരിഞ്ഞു പോരുത്. B9 എപ്പോഴും അനീമിയയ്ക്ക് B9ൻ്റെ അഭാവം അനീമിയയ്ക്ക് കാരണമായിട്ടെങ്കിൽ B12ൻ്റെ അഭാവമാണ് പെർനീഷ്യസ് അനീമിയയ്ക്ക് കാരണമായി തീരുന്നത്. ഇനി അടുത്തത് സി. വിറ്റാമിൻ സി അറിയപ്പെടുന്ന അസ്കോർബിക് ആസിഡ് എന്നാണ്. അതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്നതാണ് സ്കർവി എന്ന് പറയുന്നത്. മോണയിൽ നിന്നൊക്കെ ചോര ഒലിക്കുക, ആ ഒരു സിംറ്റമാണ് ഇതിൻ്റെ ഒരു സിംറ്റമാണ് സ്കർവിക്കുള്ളത്. ഇനി വിറ്റാമിൻ ഡി, കാൽസിഫെറോൾ. വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് സണ്ണിൽ നിന്നും ഡയറക്റ്റ് കിട്ടുന്നതാണ്. നമ്മൾ ഭക്ഷണത്തിലൂടെ അല്ലാതെ കിട്ടുന്ന ഒരേ ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ മറ്റൊരു പേരാണ് കാൽസിഫെറോൾ. കാൽസിഫെറോളിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖമാണ് റിക്കറ്റ്സ് എന്നത്. ഇനി വിറ്റാമിൻ കെ അല്ലെങ്കിൽ ഫിലോക്വിനോൺ എന്ന് പറയുന്നു. ഇഞ്ചുറി ഉണ്ടായാൽ എക്സസീവ് ബ്ലീഡിങ്ങിന് കാരണമായി തീരുന്നതിൻ്റെ ഡെഫിഷ്യൻസി. അതായത് വിറ്റാമിൻ കെയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പുറമേ ഉണ്ടാവുന്ന ആ ഒരു മുറിവ് ഉണങ്ങാനായിട്ട് സഹായിക്കുക എന്നാണ് വിറ്റാമിൻ കെയുടെ മെയിനായിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. അതുവഴി രക്തത്തിൻ്റെ പുറത്തേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെട്ട് മുറിവ് ഉണങ്ങുന്നു. അപ്പോൾ ഈ വിറ്റാമിൻ കെയുടെ അല്ലെങ്കിൽ ഫിലോക്വിനോണിൻ്റെ അഭാവം മൂലം ആ ഒരു ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാകും, അല്ലെങ്കിൽ മുറിവ് ഉണങ്ങാതെ വരികയും ആ ഒരു ഇഞ്ചുറി വഴി എക്സസീവായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടായിത്തീരുകയും ചെയ്യുന്നുണ്ട്. ഇനി വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് ടോക്കോഫെറോളാണ്. വിറ്റാമിൻ ഇ ബ്യൂട്ടി വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അത് തന്നെ ഇതിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നൊരു അവസ്ഥയാണ് സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത്. ഇത്രയാണ് പ്രധാനപ്പെട്ട വിറ്റാമിൻസും അവയുടെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന ഡിസീസുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ അയഡിൻ ഡെഫിഷ്യൻസി? അയഡിൻ ഡെഫിഷ്യൻസി മൂലമുണ്ടാവുന്ന അസുഖം ഏതെന്നാണ്. അയഡിൻ ഡെഫിഷ്യൻസി മൂലമുണ്ടാവുന്ന അസുഖം താഴത്തെ നിലയിൽ ഗോയിറ്ററാണ്. ബാക്കി നൈറ്റ് ബ്ലൈൻഡ്നെസ്, സ്കർവി, റിക്കറ്റ്സ് ഇവയെല്ലാം വിറ്റാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖമാണ്. ഗോയിറ്റർ അഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ട ഗ്ലാൻഡായ തൈറോയിഡ് ഗ്ലാൻഡിനെയാണ്. ഈ ഒരു അയഡിൻ ഡെഫിഷ്യൻസി അഫക്റ്റ് ചെയ്യുന്നത്. ഗോയിറ്റർ ഉണ്ടാകുന്നത് ഈ തൈറോയിഡിലാണ്. തൈറോയിഡ് ഗ്ലാൻഡ് വീർത്ത് വരുന്ന ഒരു അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിച്ച് സോഴ്സ് ഓഫ് കാൽസ്യം? കാൽസ്യത്തിൻ്റെ റിച്ച് സോഴ്സ് അല്ലാത്തത് ഏതെന്നാണ്. ഇതിൽ ക്യാരറ്റാണ്. ക്യാരറ്റ് ഒഴികെ ബാക്കി എല്ലാം തന്നെ കാൽസ്യത്തിൻ്റെ റിച്ച് സോഴ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി വിച്ച് സെക്രീറ്റ്സ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. ഗ്ലാൻഡ് എന്ന് പറയുന്ന എക്സോക്രൈൻ ഗ്ലാൻഡുമുണ്ട്, എൻഡോക്രൈൻ ഗ്ലാൻഡുമുണ്ട്. ഇതിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് നേരിട്ട് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യാതെ തന്നെ കുറേത് സ്വന്തമായ ഡക്റ്റിലൂടെ തന്നെ അവ ഉൽപ്പാദിപ്പിക്കുന്ന ജ്യൂസസ് പുറത്തേക്ക് വിടുന്നുണ്ട്. അത്തരം ഗ്ലാൻഡാണ് നമ്മൾ ഇവിടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് വരുന്നത്. അതിൽ ഈ ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡും ഒരെണ്ണമുണ്ട്. അതാണ് പാങ്ക്രിയാസ് എന്ന് പറയുന്നത്. ഈ പാങ്ക്രിയാസ് ബോത്ത് എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ടും എക്സോക്രൈൻ ഗ്ലാൻഡായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ്, ഹ്യൂമൻ ബോഡിയിലെ ഗ്ലാൻഡ്, അത് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. അതെന്ന് പറയുന്നത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് ബോത്ത് എക്സോക്രൈനും എൻഡോക്രൈൻ ഗ്ലാൻഡുമായിട്ട് തന്നെയാണ്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. നമ്മൾ ഷുഗറിന് കാരണമായി തീരുന്ന ഇൻസുലിൻ ഹോർമോൺ, അത് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പാൻക്രിയാസ് ആണ്. ഡൈജഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോഴാണ് പാൻക്രിയാസ് ഡൈജസ്റ്റീവ് ജ്യൂസുകൾ റിലീസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സ്ലീപ്പ് അപ്നിയ ഈസ് റിലേറ്റഡ് ടു ഡാഷ് വൈൽ സ്ലീപ്പിംഗ്. ഇത് സ്നോറിങ് ആണ്. സ്നോറിങ് മീൻസ് കൂർക്കം. അതായത് സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസം കിട്ടാത്തൊരവസ്ഥ, അതായത് പെട്ടെന്ന് ശ്വാസം നിലച്ചല്ല കുറഞ്ഞു പോകുന്നൊരവസ്ഥ. നമ്മൾ സാധാരണയായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന രീതിയിലല്ലാണ്ട് പെട്ടെന്ന് ഒരു സഡനായിട്ട് ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഒരു നിയന്ത്രണം വരുന്ന അവസ്ഥയാണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. അപ്പോൾ അത്
ഉറക്കത്തിൽ സ്നോറിങ്ങിനുമായിട്ട് റിലേറ്റഡായിട്ട് കൂർക്കം വലിയുമായി റിലേറ്റഡായിട്ട് ഈ സ്ലീപ്പ് അപ്നിയ കാണുന്നതെന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോട്ട് ദ കോസ് ഓഫ് കിഡ്നി സ്റ്റോൺ ഫോർമേഷൻ? കിഡ്നി സ്റ്റോൺ ഫോർമേഷന് താഴെ തന്നിരിക്കുന്നവയിൽ എന്താണ് ബാധകമല്ലാത്തതെന്ന്? കിഡ്നി സ്റ്റോൺ കിഡ്നിയിൽ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കിഡ്നിയിൽ ഉണ്ടാകുന്ന കുറച്ച് കെമിക്കൽസ് അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. കിഡ്നി സ്റ്റോണിനെ ബാധിക്കാത്തത് ഡ്രിങ്കിങ് മോർ വാട്ടർ എന്ന് മാത്രമാണ്. ധാരാളമായിട്ട് വെള്ളം കുടിക്കുന്നവർക്ക് ഒരിക്കലും കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നില്ല. അല്ലാതെ വരുമ്പോഴാണ് അത് അവിടെ ഫിൽട്രേഷന് ശേഷം ഇതൊക്കെ അവിടെ കിഡ്നിയിൽ അടിഞ്ഞുകൂടാനായിട്ട് കാരണമായി തീരുന്നത്. അപ്പോൾ കിഡ്നി സ്റ്റോൺ ഫോർമേഷന് കാരണമല്ലാതെ തീരുന്നത് ഓപ്ഷൻ എ ഡ്രിങ്കിങ് മോർ വാട്ടറാണ്. ബാക്കി 3 ഓപ്ഷൻസും കിഡ്നി സ്റ്റോൺ ഫോർമേഷന് കാരണമായി തീരുന്നതാണ്. ഡയബറ്റിസ് മെലിറ്റസ്, ടേക്കിംഗ് നട്ട്സ് റിച്ച് ഇൻ ഓക്സലേറ്റ്സ്, ഈറ്റിംഗ് ലോട്ട് ഓഫ് സ്റ്റോൺ ഫോമിങ് ഫുഡ്സ്. ഇത്രയും ചെയ്യുന്നത് കിഡ്നി സ്റ്റോൺ ഫോർമേഷന് കാരണമായി തീരുന്നുണ്ട്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് കോമൺ കിഡ്നി സ്റ്റോൺ ഫോമിങ് കോമ്പൗണ്ട്? കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? കാൽസ്യം ഓക്സലേറ്റ് ആണ്. ഓക്സലേറ്റ് അയോൺസ് ആണ് ഈ കിഡ്നി സ്റ്റോൺ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ മേജറായിട്ട് വരുന്നതും കാൽസ്യം ഓക്സലേറ്റ് ആണ്. അപ്പോൾ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് ഓക്സലേറ്റ് അയോൺസ് ആയിരിക്കും. അതിൽ നെയിം എടുത്ത് ചോദിക്കുകയാണെങ്കിൽ കാൽസ്യം ഓക്സലേറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ബോൺസ് ഡസ് ന്യൂ ബോൺ ബേബി ഹാവ്? ന്യൂ ബോൺ ബേബിക്ക് ഏകദേശം 300ഓളം ബോൺസ് ആണ് ഉള്ളത്. വളർന്നു വരുമ്പോഴാണ് പല ബോൺസും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു അഡൾട്ട് ഹ്യൂമൻ ബീങ്ങിൽ കാണപ്പെടുന്ന 206 മാറുന്നത്. അപ്പോൾ ന്യൂ ബോൺ ബേബിയിലെ 300ഉം അഡൾട്ടിൽ കാണപ്പെടുന്നത് 206 ബോൺസുമാണ്. The human spinal column is made up of dash bones. ഒരു അഡൾട്ട് ഹ്യൂമനിൽ 206 ബോൺസ് ഉണ്ട്. ഈ 206 ബോൺസ് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ആക്സിയൽ സ്കെൽറ്റൺ എന്നും അപ്പെൻഡിക്കുലാർ സ്കെൽറ്റൺ എന്നും. ഇതിൽ നമ്മുടെ ഹ്യൂമൻ സ്പൈനൽ കോഡിൽ ഏകദേശം 33ഓളം ബോൺസ് ഉണ്ട്. ഈ ബോൺസിനെ അല്ലെങ്കിൽ വെർട്ടിബ്രേ എന്ന് പറയും. അപ്പോൾ ആ വെർട്ടിബ്രേ എന്ന് വന്നാലും ബോൺസ് എന്ന് വന്നാലും കുഴപ്പമില്ല. ഇവിടെ ബോൺസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വെർട്ടിബ്രേ എന്ന് വന്നാലും ഇതേ മീനിങ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം 33ആണ്. 33 ബോൺസിൽ 33 വെർട്ടിബ്രേ ചെയ്തിട്ടാണ് ഹ്യൂമൻ്റെ സ്പൈനൽ കോളം നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ ഭാഗത്തും പലതരത്തിലുള്ള ബോൺസുകൾ ജോയിൻ ചെയ്തുകൊണ്ടാണ് ഓരോ അവയവങ്ങളും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഓരോന്നൊക്കെ നോക്കാം. സ്കള്ളിൽ 22 ബോൺസ് ഉണ്ട്. ഫേഷ്യലിൽ മുഖത്ത് 14 ബോൺസാണ് ഉള്ളത്. വെർട്ടിബ്രേ സ്പൈനൽ കോളത്തിൽ കാണപ്പെടുന്ന വെർട്ടിബ്രേ എന്ന് പറയുന്നത് 33 ഉണ്ട്. റിബ്സ് എന്ന് പറയുന്നത് 24 എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് 12ഉം മറ്റൊരു വശത്ത് 12ഉമായിട്ടാണുള്ളത്. റിബ്സ് വാരിയൽ എന്ന് പറയുന്നത്. അപ്പം 12 പെയേഴ്സ് അല്ലെങ്കിൽ 24 നമ്പേഴ്സ് എന്ന് പറയാം. ഹാൻഡിൽ 27 ലെഗിൽ 30. ക്രേനിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8. നെക്കിൽ 7. ഇയറിൽ 6. ഇതാണ് പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ട നമ്പർ. ഓരോ പാർട്സിലുള്ള ബോൺസിൻ്റെ എണ്ണം. പിന്നെ ആക്സിയൽ സ്കെൽറ്റനും അപ്പൻഡിക്കുലാർ സ്കെൽറ്റനും അത് ഓർത്ത് വയ്ക്കുക. ആക്സിയൽ സ്കെൽറ്റനിൽ 80 ബോൺസും അപ്പൻഡിക്കുലാർ സ്കെൽറ്റനിൽ 126 ബോൺസും ഉണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ടോട്ടൽ 206 ബോണായിട്ട് മാറുന്നത്. അപ്പോൾ ആക്സിയൽ സ്കെൽറ്റനിൽ 80 ബോൺസ്, അപ്പൻഡിക്കുലാർ സ്കെൽറ്റനിൽ 126 ബോൺസ് ഉണ്ട്. ടോട്ടൽ 206 ബോൺസാണ് ഉള്ളത്. നെക്സ്റ്റ്, ഹൗ മെനി മസിൽസ് ആർ യൂസ്ഡ് ടു കൺട്രോൾ ദി ഐബോൾസ്? ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും അല്ലെങ്കിൽ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെല്ലാം മസിൽസാണ്. ഈ മസിൽസ് ഏകദേശം 639 മസിൽസ് ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്നുണ്ട്. 639 മസിൽസ് ടോട്ടലായിട്ട് ഹ്യൂമൻ ബോഡിയിലുണ്ട്. ഇതിൽ കണ്ണിൻ്റെ ഐബോളിൻ്റെ മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനത്തിന് കൺട്രോൾ ചെയ്യുന്ന മസിൽസ് 6 എണ്ണമാണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഡസ് എ ഹ്യൂമൻ ബ്രെയിൻ വെയ്റ്റ്?
ഹ്യൂമൻ ബ്രെയിനിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 kg ആണ്. അത് പുരുഷന്മാരിലും സ്ത്രീകളിലും പലതരത്തിലായിട്ട് വേരി ചെയ്യും. എന്നാൽ ഒരു അപ്രോക്സിമേറ്റ്ലി അല്ലെങ്കിൽ ആവറേജ് വെയിറ്റ് ആയിട്ട് പറയുന്നത് 1.5 kg ആണ്. ഇത് ബോഡി വെയ്റ്റിൻ്റെ ടോട്ടൽ ബോഡി വെയ്റ്റിൻ്റെ 2% ഹ്യൂമൻ ബ്രെയിനിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എബൌട്ട് 2% ഓഫ് ദി ടോട്ടൽ ബോഡി വെയ്റ്റ്. ആക്ച്വലി ബ്രെയിനിൻ്റെ വെയിറ്റ് എന്ന് 1.5 ആണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി അല്ലാതെ ബോഡി വെയിറ്റ് വെച്ച് പറയുവാണെങ്കിൽ ബോഡിയുടെ ടോട്ടൽ ബോഡി വെയ്റ്റിൻ്റെ 2% ഹ്യൂമൻ ബ്രെയിനിൻ്റെ വെയിറ്റ് എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് അസെക്ഷുവൽ പ്രൊഡക്ഷൻ? പ്ലാന്റ്സ് അതുപോലെ ലോവർ ഓർഗാനിസംസിൻ്റെയൊക്കെ കേസിൽ അവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2 തരത്തിൽ നടക്കുന്നുണ്ട്. സെക്ഷുവൽ റീപ്രൊഡക്ഷനുണ്ട്, അസെക്ഷുവൽ റീപ്രൊഡക്ഷനുണ്ട്. ഇവിടെ അസെക്ഷുവൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ പല രീതിയിലാണ് നടക്കുന്നത്. ബഡ്ഡിങ്, ബൈനറി ഫിഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ, ഇവയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ വരുന്നതാണ്. ഈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ വരുമ്പോഴാണ് മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും തമ്മിലുള്ള ഫ്യൂഷൻ, അല്ലെങ്കിൽ മെയിലിൽ നിന്ന് വരുന്ന സ്പേമും ഫീമെയിലിൽ നിന്ന് വരുന്ന എഗ്ഗും കൂടി ക്രോസ് ചെയ്തിട്ട് പുതിയൊരു ഓർഗാനിസം ഉണ്ടാകും, സൈഗോട്ട് ഉണ്ടാകുന്ന. ആ സൈഗോട്ട് വളർന്നിട്ടാണ് പുതിയ ഒരു ന്യൂ ബോർണായിട്ടുള്ള ഒന്ന് ഉണ്ടാകുന്നത്. അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഇതുപോലൊരു ഫ്യൂഷൻ നടക്കുന്നില്ല. വിത്തൗട്ട് ഫ്യൂഷൻ നടക്കാണ്ടായിരിക്കും അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഓർഗാനിസംസ് ഉണ്ടാകുന്നത്. ഈ ബഡ്ഡിങ്, ബൈനറി ഫിഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ തുടങ്ങിയവയെക്കുറിച്ചുള്ള അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ അത് പ്ലാന്റ്സിലും ആനിമൽസിലും നടക്കുന്നതിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ എയും ബിയും സിയും എന്ന് പറയുന്നത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിൾ അല്ലാതെ വരുന്നത് അല്ലോഗമി എന്ന് പറയുന്നത്. അല്ലോഗമി എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ നടക്കുന്ന ഒരു തരം സെക്ഷുവൽ റീപ്രൊഡക്ഷനാണ്. അതായത് ചില പ്ലാന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവയിൽ ഒരു ചെടിയിൽ തന്നെ ഉണ്ടാകും ആൺപൂവും പെൺപൂവും ഉണ്ടാകും. എന്നാൽ വേറെ ചില പ്ലാന്റ്സിലാണെങ്കിൽ ആൺപൂ വേറെ ചെടിയും പെൺപൂവ് വേറെ ചെടിയായിരിക്കും. അപ്പോൾ അങ്ങനെ 2 അനദർ പ്ലാന്റ്സിൽ നിന്ന്, അതായത് ഒരു പ്ലാന്റ് വേറൊരു പ്ലാന്റ് ഫീമെയിൽ, ഒരു പ്ലാന്റ് മെയിൽ, അങ്ങനെയുള്ള അവസ്ഥയിൽ നടക്കുന്ന ക്രോസ് പോളിനേഷനാണ് അല്ലോഗമി എന്ന് പറയുന്നത്. എന്നാൽ ഒരേ പ്ലാന്റിൽ തന്നെ മെയിലും ഫീമെയിലും ഉണ്ടാകുകയും അവ തമ്മിലുള്ള ക്രോസ് പോളിനേഷൻ നടക്കുന്നതിനെയാണ് ഓട്ടോഗമി എന്ന് പറയുന്നത്. ഓട്ടോ മീൻസ് മിക്കപ്പോഴും സെൽഫ് എന്നല്ല, അപ്പോൾ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. അല്ലോഗമി എന്ന് പറയുന്നത് ക്രോസ് പോളിനേഷൻ എന്നും ഓട്ടോഗമി എന്ന് പറയുന്നത് സെൽഫ് പോളിനേഷൻ എന്നുമാണ് അറിയപ്പെടുന്നത്. അല്ലോഗമി, ഓട്ടോഗമി എന്ന് പറയുന്ന സെക്ഷുവൽ റീപ്രൊഡക്ഷന് എക്സാമ്പിളായിട്ട് വരുന്നതാണ്. ബാക്കി ഈ ബഡ്ഡിങ്ങും ബൈനറി ഫിഷനും ഫ്രാഗ്മെൻറ്റേഷനും അസെക്ഷുവൽ റീപ്രൊഡക്ഷന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായി കാണാം. താങ്ക് യു.